എല്ലാവർക്കും നമസ്കാരം. കൊല്ലങ്കോട് കൊട്ടാരം എന്നത് നമ്മുടെ നാട്ടിൽ കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ തൃശ്ശൂർ ചെമ്പൂക്കാവിൽ ഇതേ രാജാവിന് മറ്റൊരു കൊട്ടാരമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? കാടും മലകളും പച്ചപ്പും നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ കൊല്ലങ്കോടിന് മറ്റൊരു പേര് കൂടി ഉണ്ടായിരുന്നു, വെങ്കുനാട്. സാക്ഷാൽ ശ്രീ വെങ്കടേശ്വര പെരുമാളിൻ്റെ, അതായത് ശ്രീ വെങ്കിടാചലപതി സ്വാമിയുടെ പേരുമായി ബന്ധപ്പെട്ടിട്ടാണ് കൊല്ലങ്കോടിന് ഈ പേര് ലഭിച്ചതെന്ന് കരുതപ്പെടുന്നു. കാലം മാച്ചു കളഞ്ഞ് വെങ്കുനാട് ഇന്ന് കൊല്ലങ്കോട് എന്ന നാമത്തിൽ നെഞ്ചും വിരിച്ചു നിൽക്കുന്നു. ഒരുപാട് നിഗൂഢതകളും ഐതിഹ്യങ്ങളും കാലഹരണപ്പെട്ടുപോയിട്ടുള്ള ചരിത്രങ്ങളും ഉറങ്ങിക്കിടക്കുന്ന മണ്ണ് കൂടിയാണ് ഇവിടെ. അതിലെടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് വെങ്കടേശ്വര പെരുമാളിൻ്റെ തിരുക്കാച്ചാംകുറിശി ക്ഷേത്രം. അടുത്ത് കിടക്കുന്ന മാണിക്യം കാണാതെയാണ് ആളുകൾ അങ്ങ് ദൂരെ കിടക്കുന്ന നിധി തേടി അങ്ങ് ആന്ധ്ര വരെ പോകുന്നത്. കേരളത്തിലെ അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്ന്, അല്ലെങ്കിൽ ഒരു പക്ഷേ കേരളത്തിലെ തന്നെ ആദ്യത്തെ ക്ഷേത്രം തന്നെയായിരിക്കും. ഒരിക്കൽ ഗോവിന്ദാമലയിൽ നിന്നും പരശുരാമൻ തൻ്റെ ദൈവീകതത്വമായ മഴു പണിയുന്നതിനായി കൊല്ലന്മാരുടെ താവളമായ കൊല്ലങ്കോട് എത്തുകയും ഹേമാങ്കവർമ്മനെ കാണാനിടയാവുകയും ചെയ്തു. അതിശ്രേഷ്ഠനും ബ്രഹ്മചാരിയുമായ ഹേമാങ്കവർമ്മനെ പരശുരാമന് നന്നേ ബോധിച്ചു. അങ്ങനെയെങ്കിൽ ആരാണ് ഈ ഹേമാങ്കവർമ്മനെന്ന് നിങ്ങൾക്കറിയേണ്ടതില്ലേ? കശ്യപ ക്ഷേത്ര മഹാത്മ്യം എന്ന സംസ്കൃത കാവ്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന നികുലാപുരം കൊട്ടാരത്തിലെ രാജാവായ ധർമ്മവർമ്മന് കുഷ്ഠരോഗം ബാധിച്ചതിനാൽ അദ്ദേഹം തൻ്റെ ഭാര്യയുമൊത്ത് ദേശാടനം ചെയ്യുന്നതിനിടയിൽ അവർക്കൊരു പുത്രൻ ജനിച്ചു. അവൻ്റെ പേരാണ് ഹേമാങ്കവർമ്മൻ. ഒരിക്കൽ ശിശുവായ ഹേമാങ്കവർമ്മൻ നദിയിൽ കുളിക്കുന്നതിനിടയിൽ ഒഴുക്കിലകപ്പെട്ടു പോയ ഹേമാങ്കവർമ്മനെ കൊല്ല സമുദായത്തിൽപ്പെട്ട ഒരാൾ രക്ഷിക്കുകയും മക്കളില്ലാത്ത അദ്ദേഹം പുഴയിൽ നിന്നും കിട്ടിയ മകനെ സ്വന്തം മകനായി വളർത്തുകയും ചെയ്തു. ഒരിക്കൽ ഈ വളർത്തച്ഛൻ അറിയുകയുണ്ടായി, താൻ വളർത്തിയ പുത്രൻ നികുലാപുരം കൊട്ടാരത്തിലെ രാജാവിൻ്റെ മകനാണെന്നുള്ള കാര്യം. ഈ സമയത്തു തന്നെയാണ് രാജാവും ഭാര്യയും ഹേമാങ്കവർമ്മൻ്റെ സഹോദരിയുമായ ദ്രോണാവതിയുമൊത്ത് തിരുക്കാച്ചാംകുറിശി ക്ഷേത്ര ദർശനത്തിനെത്തിയത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന രാജാവിനെ കണ്ട് വളരെയധികം ദുഃഖത്തോടെ ആണെങ്കിൽ പോലും കൊല്ലനായ വളർത്തച്ഛൻ ഈ വിവരം അറിയിച്ചു. ശൈശവത്തിൽ നഷ്ടപ്പെട്ടുപോയ മകനെ യൗവനത്തിൽ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ രാജാവ് മകനെ ചേർത്ത് പിടിച്ചു. അതുമാത്രമല്ല, രാജാവിൻ്റെ രോഗം പൂർണ്ണമായും ഭേദമാകുകയും ചെയ്തു. ഇതെല്ലാം തിരുക്കാച്ചാംകുറിശി പെരുമാളിൻ്റെ അനുഗ്രഹമാണെന്ന് വിശ്വസിച്ച അദ്ദേഹം ഈ നാട്ടിൽ തന്നെ സ്ഥിരമായി ജീവിക്കാൻ തീരുമാനിച്ചു. തൻ്റെ മകനായ ഹേമാങ്കവർമ്മനെ ഈ 5 ദേശങ്ങളുടെയും, അതായത് വെങ്കുനാട് എന്നറിയപ്പെടുന്ന കൊല്ലങ്കോടിൻ്റെയും മുതലമട, വട്ടേക്കാട്, വടവന്നൂർ, പയ്യന്നൂർ എന്നിവയുടെ അധിപനാക്കി, അല്ലെങ്കിൽ രാജാവാക്കുകയും ചെയ്തു. രാജാവായ ഹേമാങ്കവർമ്മൻ ഈ 5 പ്രദേശങ്ങൾക്കായി ഒരു പേര് നൽകുകയും ചെയ്തു. അയസ്കാരപുരം എന്നാണ് പേര് നൽകിയത്. സംസ്കൃതത്തിൽ അയസ്കാരൻ എന്നാൽ കൊല്ലൻ എന്നാണ് അർത്ഥം വരുന്നത്. കൊല്ലനായ വളർത്തച്ഛനോടുള്ള സ്നേഹം നിമിത്തമാണ് അദ്ദേഹം ഈ രാജ്യത്തിന് ഈ പേര് നൽകിയതെന്ന് പറയപ്പെടുന്നു. കശ്യപ മഹർഷി ആനമല കാടുകളിലെ ഈ മലയടിവാരത്ത് ഘോരമാം തപസ് അനുഷ്ഠിക്കുകയും തപസ്സിൽ സംപ്രീതനായി മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. മഹാവിഷ്ണുവിൻ്റെ മറ്റൊരു പേരാണ് ഗോവിന്ദ പെരുമാൾ. ഗോവിന്ദൻ പ്രത്യക്ഷപ്പെട്ട മലയായതിനാൽ ഈ മലയ്ക്ക് ഗോവിന്ദാമല എന്ന് പേര് വരികയും ചെയ്തു. ഈ ഗോവിന്ദാമലയ്ക്കും ആനമല കാടുകൾക്കും ഒരു പ്രത്യേകതകൾ കൂടിയുണ്ട്. എന്താന്ന് വെച്ചാൽ, കശ്യപ മഹർഷിയെ അനുഗ്രഹിച്ചപ്പോൾ ഈ മലയും കൂടി അനുഗ്രഹീതമായി. അങ്ങനെയാണ് ഇവിടെ യാഗങ്ങൾക്കായി ഉപയോഗിക്കുന്ന സോമലത ചെടി
ധാരാളമായി ഉണ്ടാകുന്നതെന്ന് പറയപ്പെടുന്നു. പരശുരാമന് വയ്യാതെ വന്നപ്പോൾ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചതിന് ഹേമാംഗവർമ്മൻ പരശുരാമൻ സമ്മാനിച്ചതാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാരെ കണ്ടെത്താൻ സഹായിച്ചതെന്ന് പറയപ്പെടുന്നു. രാജ്യവംശം മകൻ്റെ പേരിലേക്കാണ് പോവാറുള്ളത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാൽ ഹേമാംഗവർമ്മൻ ഒരു ബ്രഹ്മചാരി ആയതിനാൽ അടുത്ത രാജ്യഭരണം ആർക്ക് എന്നത് ഒരു ചോദ്യചിഹ്നമായി മാറി. ഹേമാംഗവർമ്മന്റെ ഭരണത്തിനു ശേഷം രാജ്യം ഭരിക്കാൻ ആരുമില്ലാതായി. അപ്പോഴാണ് പരശുരാമൻ ഹേമാംഗവർമ്മന്റെ സഹോദരിയായ ദ്രോണാവതിയോട് നിർദ്ദേശിച്ചത്, രാജ്യത്തിന് അവകാശികൾ ഉണ്ടാവണം, അതിനാൽ നീ ഈ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കണമെന്നും. അങ്ങനെയാണ് ദ്രോണാവതി ഈ അധികാരത്തിന്റെ ചുമതല ഏറ്റെടുക്കുന്നത്. പരശുരാമൻ ഇന്ദ്രദേവനോട് പ്രാർത്ഥിച്ചു. ഇന്ദ്രൻ കാമദേവനായി ബ്രാഹ്മണ രൂപത്തിൽ ഗന്ധർവനായി വേഷം മാറി വന്ന് ദ്രോണാവതിയുമായി ബന്ധം സ്ഥാപിക്കുകയും അവൾക്കൊരു മകൻ പിറക്കുകയും ചെയ്തു. അവന്റെ പേരാണ് വീരരവി. ഈ മകൻ വലുതായപ്പോൾ കൊല്ലങ്കോട് സ്വരൂപത്തിന്റെ ഭരണാധികാരിയാവുകയും ചെയ്തു. അന്നു മുതൽ മരുമക്കത്തായ സമ്പ്രദായത്തിലായി പിന്നീടുള്ള പിന്തുടർച്ചാവകാശം. കേരളത്തിലെ യാഗങ്ങൾക്ക് സോമലത നൽകുവാനുള്ള അവകാശം വെങ്കുനാട് കൊട്ടാരത്തിലെ രാജാവായ വീരരവി തമ്പുരാനായിരുന്നു. കാരണം ഈ കൊട്ടാരത്തിന്റെ അധികാര പരിധിയിലാണ് ഈ ചെടി ധാരാളമായി ഉണ്ടായിരുന്നത്. കേരളത്തിൽ ബ്രാഹ്മണർ നടത്തുന്ന യാഗത്തിന് യാഗസാധനങ്ങൾ കൊടുക്കുവാനുള്ള അവകാശം വെങ്കുനാട് അല്ലെങ്കിൽ കൊല്ലങ്കോട് കൊട്ടാരത്തിലെ രാജാവിന് നൽകിയതായിട്ടാണ് വിശ്വാസം. യാഗങ്ങളിൽ കർമ്മപീഠത്തിലിരുന്ന് ബ്രാഹ്മണർക്ക് യാഗദ്രവ്യങ്ങൾ നൽകുവാനുള്ള അവകാശം രാജാവായ വീരരവിക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇദ്ദേഹത്തിന് മാത്രമേ നമ്പൂതിരിമാരുമൊത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുവാദമുള്ളൂ. KV കൃഷ്ണയ്യർ പണ്ട് പറഞ്ഞതുപോലെ പൂജകൾക്കായി ഉപയോഗിക്കുന്ന സോമ എന്ന ചെടി അന്വേഷിച്ചാണ് ബ്രാഹ്മണ സമുദായം ഇവിടെ എത്തിയതെന്നും പിന്നീട് പെട്ടെന്ന് തന്നെ അവരുടെ സങ്കേതം ഇവിടെ കൂടുകയും വടക്കഞ്ചേരി മുതൽ ആനമല വരെയുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെ അധികാരവും അവരുടെ അധികാരത്തിന് കീഴിലാവുകയും ചെയ്തു. ഐത്തങ്ങൾ നിലനിന്നിരുന്ന കാലം ബ്രാഹ്മണർക്ക് മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അധികാരമുള്ളൂ. ക്ഷേത്രത്തിന്റെ അവകാശം കൈമാറി ചെറുകുന്നത്ത് മനയ്ക്കൽ നമ്പൂതിരിപ്പാടിനും ചേരമ്പറ്റം മനയ്ക്കൽ നമ്പൂതിരിമാർക്കും ലഭിച്ചു. സ്കന്ദപുരാണത്തിൽ പറയുന്നുണ്ട്, ഒരിക്കൽ ബ്രാഹ്മണർ സ്ത്രീമൂല മണ്ഡപത്തിൽ സോമയാഗം ചെയ്യുന്നതിനായി ഒരുങ്ങി. എല്ലാ ദേവന്മാർക്കും ഹോമിക്കപ്പെട്ട ദ്രവ്യത്തിന്റെ അംശം കൊടുത്തു. പക്ഷേ വിശ്വദേവന്മാർക്ക് കൊടുത്തില്ല. ഇതറിഞ്ഞ ഇന്ദ്രദേവൻ കുപിതനായി വേഷം മാറി യാഗശാലയിലെത്തി യാഗസാധനങ്ങൾ അപഹരിച്ച് കടന്നു കളഞ്ഞു. അങ്ങനെ കശ്യപ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ പുത്രനായ വീരരവിയുടെ മുന്നിൽ പ്രത്യക്ഷനായി. പിതാവിനെ വണങ്ങി നിന്ന മകനെ ചേർത്ത് പിടിച്ച് യാഗസാധനങ്ങൾ വീരരവിക്ക് കൈമാറുകയും ചെയ്തു. ഈ ലോകത്ത് സൂര്യചന്ദ്രന്മാരുള്ളോടത്തോളം കാലം യാഗസാധനങ്ങൾ യാഗം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബ്രാഹ്മണർക്ക് കൊടുക്കുക എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ഇന്നു മുതൽ നീ എനിക്ക് തുല്യനായി തീരുമെന്നും നിന്റെ വംശത്തിലുള്ള എല്ലാ രാജാക്കന്മാർക്കും ഈ അവകാശം ലഭിക്കുമെന്നും അനുഗ്രഹിച്ചിട്ടാണ് ഇന്ദ്രദേവൻ അവിടെ നിന്നും പോയത്. ഇന്ദ്രദേവൻ വീരരവിയോട് പറഞ്ഞു, എന്റെ അനുഗ്രഹം നിനക്ക് ലഭിച്ചിരിക്കുന്നതിനാൽ ഇന്നു മുതൽ ദേവചൈതന്യം നിന്നിലും നിന്റെ പരമ്പരയിലും കുടികൊള്ളുമെന്നും നിന്റെ പാദങ്ങൾക്ക് സൂര്യദേവന്റെ അനുഗ്രഹം ലഭിച്ചിരിക്കുന്നു. അതിനാൽ നിന്റെ പാദങ്ങൾ ഭൂമിയിൽ സ്പർശിച്ചാൽ അവിടെ അഗ്നിസ്ഫുല്ലിംഗങ്ങൾ ഉണ്ടാകുമെന്നും പാദരക്ഷകൾ ധരിച്ചുകൊണ്ട് മാത്രമേ നീ ഭൂമിയിൽ നടക്കാവൂ എന്നും കൽപ്പിച്ചു. മാത്രമല്ല, ഇന്നു മുതൽ നീ എനിക്ക് തുല്യനായി തീരുമെന്നും നിന്റെ വംശത്തിലുള്ള എല്ലാ രാജാക്കന്മാർക്കും ഈ അവകാശം ലഭിക്കുമെന്നും അനുഗ്രഹിച്ചു. ഈ കശ്യപ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് മാത്രമേ യാഗസാധനങ്ങൾ ബ്രാഹ്മണർക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നും കൽപ്പിച്ചു. അന്നു മുതലാണ് കേരളത്തിലെ ബ്രാഹ്മണർക്ക് വെങ്കുനാട് രാജാവ് തിരു കാച്ചാംകുറിശി ക്ഷേത്രത്തിൽ വെച്ച് യാഗസാധനങ്ങൾ നൽകി തുടങ്ങിയത്. ഈ അനുഗ്രഹം ലഭിച്ച
കൊല്ലങ്കോട് രാജവംശത്തിലെ കിരീടാവകാശികൾക്ക് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ വരെ പാദരക്ഷകൾ ധരിച്ച് പ്രവേശിക്കാനുള്ള അധികാരമുണ്ടെന്ന് പറയപ്പെടുന്നു. അരിയിട്ട് വാഴ്ച അഥവാ കിരീടധാരണം ഈ ദിവസം തിരുക്കാച്ചാംകുറിശി പെരുമാളിന്റെ മുന്നിൽ വെച്ച് ബ്രാഹ്മണ വിധി പ്രകാരം പൂജകൾ നടത്തിയതിനു ശേഷം, അതും ബ്രാഹ്മണരുടെ സാന്നിധ്യത്തിൽ മാത്രമേ പാദരക്ഷകൾ ധരിക്കാൻ പാടുള്ളൂ എന്നതാണ് ഐതിഹ്യം. ഈ വെങ്കുനാട് നമ്പൂതിരിമാർ മുഴുവൻ ബ്രാഹ്മണന്മാരല്ല എന്നും മുക്കാൽ ബ്രാഹ്മണന്മാരാണെന്നും പറയപ്പെടുന്നു. കാരണം അവർക്ക് വേദങ്ങൾ പഠിക്കാനുള്ള അവകാശമില്ല. ബ്രാഹ്മണരുമൊത്ത് ഭക്ഷണം കഴിക്കാൻ അതും മാറിയിരുന്നു തന്നെ വേണം. 1700-കളിൽ കൊച്ചി രാജാക്കന്മാർ കൊല്ലങ്കോട് രാജവംശത്തിൻ്റെ പല സ്വത്തുവകകളും അവരുടെ പേരിലാക്കുകയും ചെയ്തു. അതിന് അവരെ പൂർണ്ണമായി സഹായിച്ചത് ഡച്ചുകാരായിരുന്നു. യഥാർത്ഥത്തിൽ മധ്യ കേരളത്തിലെ ഒരു പ്രധാന രാജവംശം 3ആയി പിരിഞ്ഞാണ് ഈ വെങ്കുനാട് രാജവംശം ഉണ്ടായതെന്നും, അതായത് പൊള്ളാച്ചി താലൂക്ക് ഉൾപ്പെടുന്ന വെങ്കുനാടും ഇരിഞ്ഞാലക്കുട ഉൾപ്പെടുന്ന തർപ്രയാറും വടക്കൻ മലബാർ ഉൾപ്പെടുന്ന തളിപ്പറമ്പും എന്നിങ്ങനെയാണ് 3ആയി പിരിഞ്ഞത്. ഈ 6 നാടുവാഴികളും അവരുടെ ശക്തി അല്ലെങ്കിൽ ബലം പ്രകടമാക്കുന്നത് യുദ്ധത്തിന് എത്രത്തോളം നായർ പടയാളികളെ അയക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാലം കടന്നുപോയി ഇവരെല്ലാവരും ഒറ്റപ്പെട്ട രീതിയിലായി. അതിൽ കുതിരവട്ടം നായർക്ക് ഈ 5 ദേശങ്ങളുടെയും തലവനാകാൻ കഴിഞ്ഞു. കാരണം അദ്ദേഹത്തിന് 3000-ന് മുകളിൽ നായർ പടയാളികൾ ഉണ്ടായിരുന്നു. മൈസൂർ രാജവംശം വലുതാക്കുന്നതിനായി ഹൈദരാലിയും ടിപ്പു സുൽത്താനും ചെറു രാജവംശങ്ങളെല്ലാം പിടിച്ചെടുക്കുന്ന കാലം. ടിപ്പു സുൽത്താനും സൈന്യവും പാലക്കാട് നിന്നും കൊല്ലങ്കോട് ലക്ഷ്യമാക്കി പുറപ്പെട്ടു. കൊല്ലങ്കോട് ആക്രമിക്കാൻ എത്തിയപ്പോൾ ക്ഷേത്രത്തിന്റെ അവകാശികളായ നമ്പൂതിരിമാര് കൊച്ചി രാജവംശത്തിലേക്ക് അഭയം തേടി. അതുമാത്രമല്ല, കൊട്ടാരത്തിലെ ഇളമുറ തമ്പുരാനായ രവിവർമ്മ തമ്പുരാൻ തിരുവിതാംകൂറിലേക്ക് ഒളിച്ചോടിയെന്നും പറയപ്പെടുന്നു. അവകാശികളില്ലാതായപ്പോൾ ക്ഷേത്ര പരിപാലനം കൊല്ലങ്കോട് കൊട്ടാരത്തിന്റെ അധീനതയിലായി. ആക്രമിക്കാൻ എത്തിയ ടിപ്പു സുൽത്താനും ഹൈദരാലിയും കൊല്ലങ്കോട് രാജവംശവുമായി പെട്ടെന്ന് തന്നെ ചങ്ങാത്തത്തിലാവുകയും ടിപ്പു സുൽത്താനും ഹൈദരാലിയും കൊല്ലങ്കോടിനെ വെറുതെ വിടുകയും ചെയ്തു. ഹൈദരാലിയുടെ ഏറ്റവും വലിയ എതിരാളിയായ സാമൂതിരിയുടെ ഇഷ്ടത്തിലായിരുന്നില്ല കൊല്ലങ്കോട് രാജവംശം നീങ്ങിയിരുന്നത്. യുദ്ധത്തിൽ കൊല്ലങ്കോട് രാജ്യം ഹൈദരാലിയുടെ കൂടെയായിരുന്നു. ഹൈദരാലിയാണ് കൊല്ലങ്കോട് രാജ്യത്തിന് കൊല്ലങ്കോട് രാജ എന്ന് പേര് നൽകുകയും ചെയ്തത്. 1792 ഫെബ്രുവരി മാസം 22-ാം തീയതി ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിലായി. കൊല്ലങ്കോട് രാജവംശം വലിയ ഭൂവുടമ മാത്രമായി ചുരുങ്ങിപ്പോയി. പിന്നീട് സാമൂതിരി രാജാവിന്റെ നേരിട്ടുള്ള അധികാരമായിരുന്നു ഇവിടം. 1792 ഓഗസ്റ്റ് 18-ാം തീയതി കിഴക്കേ കോവിലകം ശാഖയിൽപ്പെട്ട 4-ാം മുറ തമ്പുരാനുമായി ഒരു ഉടമ്പടി കരാറുണ്ടാക്കി. 4,16,336 രൂപ 25 പൈസയ്ക്ക് പാലക്കാട്ടെ പല സ്ഥലങ്ങളും സാമൂതിരിക്ക് ജാമ്യത്തിനായി വിട്ടുകൊടുത്തു. അതിലൊന്നാണ് ഈ കൊല്ലങ്കോടും. സാമൂതിരി രാജാവ് പിടിച്ചെടുത്ത ഈ നടുവട്ടം നാട് പാലക്കാട് താലൂക്കിൽപ്പെടുന്ന ഒന്നാണ്. ഇവിടെയാണ് കൊല്ലങ്കോടിന്റെ കിഴക്കേത്തറയും പടിഞ്ഞാറത്തറയും ഉൾപ്പെടുന്നത്. അന്ന് കാലത്ത് ഗായത്രി നദിയെ കൊങ്ങമ്പുഴയെന്നും മലമ്പുഴയെ വിക്സുമതി നദിയും എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വാസുദേവരാജ കൊല്ലങ്കോടിന്റെ പുരോഗതിയിൽ സുപ്രധാന പങ്കുവഹിച്ച രാജാവായിരുന്നു. ഇദ്ദേഹത്തിന് തൻ്റെ നാട്ടിലെ ജനങ്ങൾ വിദ്യാസമ്പന്നരാകണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു. അതിനായി രാജാസ് ഹൈസ്കൂളും ദാത്രി ഗേൾസ് ഹൈസ്കൂളെല്ലാം കൊല്ലങ്കോട് കൊട്ടാരത്തിന്റെ സംഭാവനകളായിരുന്നു. ജൂൺ 1915 ഈ കൊട്ടാരത്തിന്റെ അതിഥികളായി ബറോഡയിലെ ഗെയ്ക്വാഡ് രാജവംശത്തിൽപ്പെട്ട രാജാവും റാണിയും കൂടെ AB ക്ലർക്കും ഗെയ്ക്വാഡ് രാജവംശത്തിലെ ചിത്രകാരനായ രവിവർമ്മയുടെ നിർദ്ദേശപ്രകാരം കൊല്ലങ്കോട് കൊട്ടാരത്തിലെത്തിയത്. ആ സമയത്ത്
കൊല്ലങ്കോട് കൊട്ടാരത്തിന്റെ രാജാവായിരുന്നു വാസുദേവ രാജ വലിയ നമ്പൂതിരി. അദ്ദേഹത്തെ കൊല്ലങ്കോട് ജമീന്ദാർ എന്നും വെങ്കുനാട് രാജ എന്നെല്ലാം അറിയപ്പെട്ടിരുന്നു. വിശിഷ്ട അതിഥികൾ വരുന്നതിനാൽ പ്രൗഢിയിൽ ഒട്ടും തന്നെ കുറച്ചില്ല. 5 റോൾസ് റോയ്സ് കാറുകളും അതിനു മുന്നിൽ 5 കൊമ്പനാനകളുടെ അകമ്പടിയുമായി വാദ്യാഘോഷങ്ങളാൽ നിറഞ്ഞ തെരുവിലൂടെ കൊട്ടാരത്തിലേക്ക് അവരെ ആനയിച്ചു. പിന്നീട് അതിഥികളെ സന്തോഷിപ്പിക്കുന്നതിനായി അതിപ്രഗത്ഭരായ കലാകാരന്മാരുടെ വിരുന്നും ഒരുക്കുകയും ചെയ്തു. AB ക്ലർക്കിന്റെ ഡയറിക്കുറിപ്പിൽ പറയുന്നത്, അന്ന് ഈ കൊട്ടാരത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതലും സ്ത്രീകളായിരുന്നു എന്നും അതിനാൽ തന്നെ സ്ത്രീകൾക്കിവിടെ വളരെയധികം പ്രാധാന്യവും അധികാരവും നൽകിയിരുന്നുവെന്നും കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം തന്നെ സ്ത്രീകൾക്ക് വേണ്ടി തന്നെയായിരുന്നു. പിന്നീട് രാജാവ് കൊട്ടാരത്തിനായി പുതിയൊരു കെട്ടിടം പണിയുകയുണ്ടായി. പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യയിലും യൂറോപ്യൻ രീതിയും സമന്വയിപ്പിച്ചു. ഈ കെട്ടിടം അതിഥികളെ വരവേൽക്കുന്നതിനും പ്രധാന ചർച്ചകൾ നടത്തുന്നതിനും വേണ്ടിയാണെന്ന് AB ക്ലർക്കിന്റെ ഡയറിക്കുറിപ്പിൽ പരാമർശിക്കുന്നത്. ഗെയ്ക്വാഡ് രാജാവിന് നായാട്ടിൽ പ്രിയമേറിയതിനാൽ ആനമല കാടുകളിൽ നായാട്ടിന് പോകുകയും ധാരാളം ആനകളെ വേട്ടയാടുകയും ആനക്കൊമ്പുകൾ ശേഖരിച്ചതായും പറയപ്പെടുന്നുണ്ട്. നമ്മുടെ നെല്ലിയാമ്പതിയെല്ലാം അന്ന് ആനമല കാടുകളായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. മലബാറിൽ ഏകദേശം 100 ഏക്കർ കൃഷിഭൂമിയും 150 ഏക്കർ കാടും മലകളും ടീ എസ്റ്റേറ്റുകളും കോഫി എസ്റ്റേറ്റുകളും ഈ കൊട്ടാരത്തിൻ്റെ അഭിവൃദ്ധിയെ എടുത്തു കാട്ടുന്ന ഒന്ന് തന്നെയായിരുന്നു. അതുപോലെ തന്നെ രാജാവ് 5 യൂറോപ്യൻ പ്ലാന്റേഷന് ഈ എസ്റ്റേറ്റുകളെല്ലാം വാടകയ്ക്ക് കൊടുത്തിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. 18-ാം നൂറ്റാണ്ടിലാണ് ബ്രിട്ടീഷുകാർ കൊല്ലങ്കോടിനെ മലബാറിലോട്ട് അംഗീകരിച്ചത്. അന്ന് ഭരണത്തിലിരുന്ന ശക്തൻ നമ്പൂതിരി സംസ്കൃതത്തിൽ പേരെടുത്ത അതിപ്രഗത്ഭനായിരുന്നു. ഇദ്ദേഹമായിരുന്നു എസ്റ്റേറ്റുകളും മറ്റും നോക്കി നടന്നിരുന്നത്. കൊല്ലങ്കോട് രാജ്യത്തിലെ ഏറ്റവും അവസാനമായി രാജസ്ഥാനം ലഭിച്ചത് വേണുഗോപാലവർമ്മ തമ്പുരാനാണ്. അതിനുശേഷം ഈ കിരീടാവകാശം എന്ന ചടങ്ങിലൂടെ രാജവാഴ്ചയിലേക്ക് ആരും വന്നതായി പറഞ്ഞു കേട്ടിട്ടില്ല. ഒരു കാലത്ത് വലിയ പ്രതാപത്തിന്റെ അഭിമാനമായിരുന്നു കൊല്ലങ്കോട് കൊട്ടാരം. ഇന്ന് നഷ്ടപ്രതാപത്തിന്റെ ഓർമ്മയായി നിലനിൽക്കുന്നു. എങ്കിലും നമുക്ക് അഭിമാനിക്കാം, കൊല്ലങ്കോട് കൊട്ടാരം നമ്മുടെ നാട്ടിലാണെന്നതിൽ. പിന്മുറക്കാരും തലമുറക്കാരും പല ഭാഗങ്ങളിലായി ഛിന്ന ഭിന്നമായി പോയെങ്കിലും കൊട്ടാരം ഇന്നും ഇവിടെ തന്നെ നിലനിൽക്കുന്നു. ഇനി തൃശ്ശൂർ ചെമ്പൂക്കാവിലേക്ക് പോവാം. ശക്തൻ തമ്പുരാന്റെ കൊട്ടാരത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ കൊല്ലങ്കോട് രാജാവ് ഒരു കൊട്ടാരം പണിതു. യഥാർത്ഥത്തിൽ ഒരു കൊട്ടാരത്തിന്റെ അടുത്ത് മറ്റൊരു രാജാവിന്റെ കൊട്ടാരമോ അല്ലെങ്കിൽ അവധിക്കാല വസതിയോ പണിയുക എന്നത് വളരെയധികം പ്രയാസമേറിയ കാര്യമാണ്. കൊല്ലങ്കോട് രാജവംശത്തിന് വടക്കുംനാഥ ക്ഷേത്ര സന്നിധി ഒരു വസതി വേണമെന്നുള്ളത് ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു. പക്ഷേ തൃശ്ശൂരിലെ അതിശക്തനായ ശക്തൻ തമ്പുരാന്റെ മണ്ണിൽ ഒരു അവധിക്കാല വസതി പണിയുക എന്നത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയായിരുന്നു. 1904 ഇവർക്ക് ഇത് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞത്. തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രവുമായി കൊല്ലങ്കോട് രാജവംശത്തിലെ പൂർവികർക്ക് ബന്ധമുണ്ടെന്നാണ് വിശ്വാസം. ഇന്ദ്രദേവന്റെ മകനായ സാക്ഷാൽ വീരരവി തമ്പുരാനാണ് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ശ്രീമൂലസ്ഥാനം പണി കഴിപ്പിച്ചതെന്ന് അവിടുത്തെ ശിലാലിഖിതങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്നു. വാസുദേവ രാജാവിന് വടക്കുംനാഥ ക്ഷേത്ര ദർശനത്തിനായി തൃശ്ശൂർ പേരൂരിലെത്തുമ്പോൾ താമസിക്കാനുള്ള അവധിക്കാല മന്ദിരമായിട്ടും അതുപോലെ തന്നെ തൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഇത് പണി കഴിപ്പിച്ചതെന്നും പറയപ്പെടുന്നു. 1975 കേരള പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സംരക്ഷിത സ്മാരകമായി മാറി. ഇന്ന് കൊല്ലങ്കോട് ഹൗസ് ഒരു മ്യൂസിയമായി പ്രവർത്തിക്കുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഇറ്റാലിയൻ ടൈലുകളും മാർബിളുകളുമാണ് ഈ കൊട്ടാരത്തിൻ്റെ ഫ്ലോറിലിട്ടിരിക്കുന്നത്. ഇതിൻ്റെ മനോഹാരിതയ്ക്ക് ഒരു കോട്ടം പോലും വന്നിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ചിത്രകലയെ സ്നേഹിക്കുന്നവർക്ക് ഒരു അനുഗ്രഹം കൂടിയാണ്
ഈ മ്യൂറൽ പെയിൻറ്റിങ്സ് 100 വർഷത്തിന് മുമ്പ് വരച്ചിട്ടുള്ള ചിത്രങ്ങൾ ഇവിടെയുണ്ട് എന്നത് പ്രത്യേകം പറയേണ്ട ഒന്ന് തന്നെയാണ്. ചതിയൻ ജന്തുവിൻ്റെ കൊടുങ്ക്രൂരതകളെ പറ്റി നിങ്ങൾക്കെന്തറിയാം? ഇരുമ്പാണി തട്ടിമുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളിക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. മാറ്റാൻ ചുരുക ചോദിച്ചപ്പോൾ മറന്നുപോയെന്ന് കളവ് പറഞ്ഞവൻ ചന്തു. മടിയിൽ അങ്കത്തളച്ചൂടിൻ്റെ കുത്തേറ്റ് കിടക്കുന്ന വീരൻ്റെ വയറ്റിൽ കുത്തുവിളക്കിൻ്റെ തണ്ട താഴ്ത്തി മാറ്റാൻ കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തു. കൊടുംചതികൾ പിന്നെന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാടം നിങ്ങളുടെ നാട്ടിൽ. മമ്മൂട്ടിയുടെ ഒരു വടക്കം വീരകഥ സിനിമ നമ്മുടെ കൊല്ലംകോട് കൊട്ടാരത്തിലാണ് ഷൂട്ട് ചെയ്തെന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.